ഈ ഒരു ഡെക്കേഡിൻ്റെ ഹാഫിലെത്തി നിൽക്കുന്ന സമയത്ത് ലുവലയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഇൻറ്റീരിയർ ഡിസൈൻ മേഖലയെക്കുറിച്ചും നല്ലൊരു ധാരണ മാമിനിപ്പോൾ ഉണ്ട്. ഒരു 10 വർഷം പുറകിലോട്ട് 2015 തൊട്ട് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ജോയ്സ് മേരി ആൻ്റണിയെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? ഓരോ വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഇപ്പം ഇത്ര കൂളായിട്ട് പറഞ്ഞാലും നമ്മൾ നേരൊക്കെ അനുഭവിച്ച ഒരു വിഷമങ്ങളുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. 2019 എന്ന് പറയുന്ന ഒരു വർഷത്തിലെ പല കാര്യങ്ങളും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് അയ്യോ ഇല്ല, ഞാൻ ഇമോഷണലായി പോയി ഇപ്പോൾ അത്രയും ഡെപ്തിൽ പറഞ്ഞപ്പോൾ. ചില പുസ്തകങ്ങൾ, ചില സിനിമകൾ, അല്ലെങ്കിൽ ചില മനുഷ്യജീവിതങ്ങൾ അവർ വിജയിച്ചു കടന്നു വരുന്ന വഴികളെക്കുറിച്ച് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏവർക്കും ലഭിക്കുന്ന ഊർജവും കരുത്തും വളരെ വലുതാണ്. അത്തരത്തിൽ അനേകം പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് വന്ന ഒരു വനിതയാണ് ശ്രീമതി ജോയ്സ് മേരി ആൻ്റണി. വെറും 3 വർഷം കൊണ്ട് സംതൃപ്തരായ 100ഓളം ഉപഭോക്താക്കളെ സൃഷ്ടിച്ച ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയുടെ ഓണറാണ് ശ്രീമതി ജോയ്സ് മേരി ആൻ്റണി. അവരുടെ കമ്പനിയായ ലുവല്ലയെക്കുറിച്ചും അവരുടെ ജീവിത വിജയത്തെക്കുറിച്ചും നാം അറിയുമ്പോൾ എല്ലാവരും ഇൻസ്പയർ ആകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വളരെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം. വെൽക്കം മാം. താങ്ക് യു. ഹലോ. ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ നന്നായിട്ട് പോകും. സന്തോഷം. മാമിനെ കുറിച്ച് അറിയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലുടക്കിയ ഒരു പേരാണ് ലുവല്ല എന്നുള്ളത്. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ ഭയങ്കര സ്നേഹം തോന്നും. എനിക്ക് പെട്ടെന്ന് ലല്ലബി എന്നൊക്കെ തോന്നിയ പോലെ ഒരു ഭയങ്കര സ്നേഹം വാത്സല്യമൊക്കെ തോന്നിയിരുന്നു. സോ ടെൽ മീ അബൌട്ട് ലുവല്ല. എങ്ങനെ പോകുന്നു? ലുവല്ല യുണീക്കായിട്ടുള്ളൊരു നെയിമാണ്. നമ്മുടെ ഈ കമ്പനിക്ക് പേരിടുമ്പം തന്നെ കുറേ പഠിച്ച് കുറേ സമയം എടുത്ത് ഇട്ട ഒരു പേരാണ്. ജർമ്മൻ ഒറിജിൻ വേർഡാണ്. ഓക്കെ. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്ട്രോങ് വാരിയേഴ്സ് എന്നാണ്. എന്നെ സംബന്ധിച്ചിട്ട് ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു യുദ്ധം നയിച്ച് ജയിച്ച് വന്ന് ഒരു കമ്പനി തുടങ്ങിയതാണ്. പക്ഷെ അതൊരു കംപ്ലീറ്റ് സക്സസ് പോയിന്റ് അല്ല കേട്ടോ. യെറ്റ് ടു ഗോ. അതൊരു സൈഡിൽ. ഇനി മറ്റൊരു വശത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വീട് പണിയുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് വലിയൊരു അധ്വാനമുണ്ട്. അവരുടെ സമ്പാദ്യം എല്ലാം കൂട്ടിവെച്ച് ഒരു യുദ്ധം കഴിഞ്ഞിട്ടാണ് ഒരു വീട് ചെയ്യുക. അതിനുമപ്പുറം ഇന്റീരിയർ എന്ന് പറയുന്നത് അതിലും വലിയ സ്വപ്നമാണ്. അപ്പോൾ അതിലേക്ക് അവരെ സഹായിക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങളാക്കി മാറ്റുന്നു എന്നുള്ള ഒരർത്ഥത്തിലാണ് ഈ ഒരു പേര് കമ്പനിക്ക് നൽകിയത്. അത് 100% അതിൽ ആത്മാർത്ഥതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാനും ശ്രദ്ധിക്കാറ്. വളരെ കാച്ചിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് തോന്നിക്കുന്ന ഒരു പേരും കൂടെയാണ്. ഇടയ്ക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട് മ്യൂസിക്കൽ ബ്രാൻഡാണെന്ന്. ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ സമയത്ത് ലുവല്ലാന്നൊക്കെ ലല്ലബി എന്നൊക്കെ അതാ പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് എന്താന്ന് തോന്നി. അതെ. യെസ്. എനിവേ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ശ്രുതി. മാം, സാധാരണ ഒരു സ്ത്രീ സംരംഭക എന്ന നിലയിൽ സാധാരണ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സാധാരണ ഒരു ബോട്ടിക് തുടങ്ങാം, ബ്യൂട്ടി പാർലർ എന്ന കോൺസെപ്റ്റൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ടും ഒരു കസ്റ്റമർ ക്ലയൻറ്റ് ഡീലിംഗ് ഒക്കെ ഉള്ള ഇങ്ങനെയൊരു തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു റീസൺ? ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും ചെയ്യുന്നതാണ് ബുട്ടീക്ക് ഹോട്ടൽ എന്നൊക്കെ ഉള്ളത്. അതിനകത്ത് എല്ലാ മേഖലയ്ക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട്. ഞാൻ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിച്ച് തുടങ്ങിയപ്പം തന്നെ ഞാൻ ഈ പറയുന്ന സെക്ടറൊക്കെ ആലോചിച്ചതാണ്. ബുട്ടീക്കിനെ പറ്റി ആലോചിച്ചു, ഹോട്ടൽ ബിസിനസ്സിനെ പറ്റി ആലോചിച്ചു. പിന്നെ എനിക്ക് കുറേ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടല്ല ഇൻറ്റീരിയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ഞാൻ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ എനിക്ക് കംപ്ലീറ്റ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇൻറ്റീരിയർ എന്ന് തോന്നി. അപ്പോൾ വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ വീട്ടിലെ സ്ത്രീകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്കാണെന്ന് തോന്നി. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാവരും ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വേണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഇൻറ്റീരിയർ മേഖലയിലേക്ക് വന്നത്. ഒരു ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാം പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു തോട്ട് ചെറുപ്പകാലങ്ങളിൽ എപ്പോഴെങ്കിലും മാമിന് ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴെങ്കിലും തോട്ട് ഉണ്ടായിട്ടുണ്ടോ? അത് പെട്ടെന്ന് ഉണ്ടായൊരു തോട്ടാണോ?
അങ്ങനെ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആക്ച്വലി ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നുള്ളത് വളരെ കോമൺ ആയി തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ്. പണ്ടൊക്കെ ഒരു വീട് പണിയുമ്പോൾ എന്താണ് അതിൻ്റെ എലവേഷൻ, പുറത്തുനിന്നുള്ള ഒരു പിക്ചർ, അതൊക്കെയായിരുന്നു എലവേഷന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കംഫർട്ടാണ് പ്രയോറിറ്റി. നമ്മൾ നാട്ടുകാരെ കാണിക്കാനല്ല വീട് പണിയുക, താമസിക്കുന്നവർ പീസ്ഫുള്ളായിട്ട് താമസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ടോട്ടലി മാറി. അതുകൊണ്ട് തന്നെ നേരത്തെ എനിക്ക് ചിന്തിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചതും ഒന്നും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നില്ല. പിന്നീട് ഇതിനോട് താല്പര്യം തോന്നി വന്ന് അതിനൊരു സ്റ്റോറിയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ഫ്ലാറ്റ് ഇൻറ്റീരിയർ ചെയ്യിച്ചായിരുന്നു. വെച്ചാൽ കുറേ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഒത്തിരി വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഫ്ലാറ്റ് ഇൻറ്റീരിയർ ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായിപ്പോയി. എനിക്ക് പണിത് ഒരു മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കൂണൊക്കെ പറിച്ച് കറി വെക്കാൻ പറ്റും. കറി വെച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ വെറ്റ് ഏരിയാസിലൊക്കെ റോങ് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വാട്ടർ അബ്സോർവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഫംഗസുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ദൂരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസ ചിലവാക്കിയത്. അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ള ഒരു ചിന്ത എന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു. അപ്പോൾ അന്നേരം എനിക്കുണ്ടായിരുന്ന ഒരു മാനസിക വിഷമമുണ്ട്, അതൊരാൾക്കും ഉണ്ടാവരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു ഇൻറ്റീരിയർ മേഖലയിലേക്ക് വന്നതിന് ശേഷം അപ്പോഴാണ് കൂടുതൽ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊരു പ്രോഫിറ്റ് ഉള്ള ഒരു മേഖല തന്നെയാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലെസ് പ്രോഫിറ്റ് ബെറ്റർ ക്വാളിറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഒരു പ്രൊജക്റ്റിൽ കൂടുതൽ എടുക്കുക എന്നല്ല, നമ്പർ ഓഫ് പ്രൊജക്ട്സ് കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാം നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു സംരംഭം മാം തുടങ്ങി. അപ്പോൾ എങ്ങനെയായിരുന്നു ഫാമിലിയുടെയും അതും ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു? കാരണം നമുക്കൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഇതിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് ആലോചിക്കണം, കൺവിൻസ് ചെയ്യണം. തുടക്കകാലത്ത് എങ്ങനെയായിരുന്നു? കയ്യിലൊന്നുമില്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇനി ബാക്കിയും കൂടെ സംഘടിപ്പിക്കാനുള്ള ടെൻഷൻ. ഇതിപ്പോൾ ആദ്യം മുതൽ എല്ലാം സംഘടിപ്പിക്കണമല്ലോ. ആക്ച്വലി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ ഹസ്ബൻഡിൻ്റെ മരണം, അത് കഴിഞ്ഞിട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്, ഇതൊക്കെയായിരുന്നു ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്ന അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾസിലൂടെ, മെൻ്റലി ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മൂലധനമാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് എന്ന് വന്നത് തന്നെ വളരെ ആകസ്മികമായിട്ടാണ്. ഒരു ചെറിയ പ്ലോട്ട് വാങ്ങിച്ചു, അഡ്വാൻസ് കൊടുത്തു, അത് മറിച്ച് വിറ്റു. പിന്നീട് അവരുടെ തന്നെ രണ്ടാമതൊരു പ്ലോട്ട് എടുത്തു. അങ്ങനെ അത്ര ഫിനാൻഷ്യൽ സ്ട്രഗിൾസിൻ്റെ ഒരു സമയത്ത് അങ്ങനെ പതുക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ചെറിയ തോതിൽ വന്നിരുന്ന ഒരു സാഹചര്യം. അതിൽ നിന്ന് കിട്ടിയ കുറച്ച് തുക, അതുപോലെ തന്നെ പല സ്കൂളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ഡോക്യുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓറിയൻറ്റേഷൻസ്, ടീച്ചേഴ്സ് ഓറിയൻറ്റേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തത്, അതിൽ നിന്ന് സ്വരൂപിച്ച കുറച്ച് തുക. ഇതിനൊക്കെ ഉപരി ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രൊജക്റ്റിലൂടെയാണ് വിതൗട്ട് കൊളാട്രൽ ഞങ്ങളൊരു 1 CR ആണ് ഫസ്റ്റ് അവൈൽ ചെയ്തത്. അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു സ്ട്രോങ് ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഞങ്ങൾ തുടക്കത്തിൽ 5 പേരായിരുന്നു. പിന്നീട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് മറ്റു ചില സെക്ടറിലേക്കൊക്കെ പോകേണ്ട വന്നതുകൊണ്ടുമൊക്കെ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വന്നു. ഈവൻ ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു മേജർ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു വലിയ ഘടകമായിട്ട് വന്നു. പിന്നീട് ഞങ്ങൾ വനിതകളിലേക്ക് മാത്രമായി ഒതുങ്ങി. ഞങ്ങൾ 3 വനിതകളാണ് ഇപ്പോൾ ഈ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 3 മസ്കിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ 3 ശക്തമായ വനിതകളാണ് ഇതിന് പിന്നിൽ. അവരുടെ പ്രസൻസ് കുറവാണ് ആക്ച്വലി, അവർ മറ്റു മേഖലകളിൽ നിൽക്കുന്നവരും കൂടിയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ബാംഗ്ലൂരൊക്കെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുക. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും കൂടിയായ ടിൻറ്റു ലോറൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലീഡ് ചെയ്യുന്നത് സീന രവീന്ദ്രൻ. ഡോക്ടർ സീന രവീന്ദ്രൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ഓക്കെ, അപ്പം അങ്ങനെ പോകുന്നു. സൈലൻ്റ് ആയി നിൽക്കുന്ന പാർട്ട്നേഴ്സിനും ഞങ്ങളുടെ എല്ലാ വിഷസും. താങ്ക് യു. ഡെഫിനറ്റ്ലി താങ്ക് യു. ഒരു വീട് നിർമ്മാണ സമയത്ത് സ്ത്രീകളായിരിക്കും പൊതുവെ ഡിസൈനിങ്ങിനെ കുറിച്ചും പാറ്റേൺസിനെ കുറിച്ചും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുക. പുരുഷന്മാർ കൂടുതൽ ബജറ്റിങ്ങും എങ്ങനെ ഇത് കോസ്റ്റ് കുറയ്ക്കാം, ഇതായിരിക്കും അവരുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ എങ്ങനെയാണ് ലുവൽ ഇതിനെ നോക്കിക്കാണുന്നത്? ചിലപ്പോൾ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു വരും. എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്? ഞങ്ങളുടെ മുൻപിൽ ഇരുന്നിട്ട് ഹസ്ബൻഡിന് ഒരു ഐഡിയയും
വൈഫിന് ഒരു ഐഡിയയും മറ്റൊരാളുടെ ഫാമിലിയിൽ തന്നെ വേറൊരാൾക്ക് വേറൊരു റിക്വയർമെൻറ്റും ഒക്കെ ഉള്ള കേസസൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മൾ ആദ്യം അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരിക്കും അവരുടെ റിയൽ റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അവരുടെ കംപ്ലീറ്റ് ആഗ്രഹങ്ങളെല്ലാം കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു ഡിസൈൻ അവർക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോർമലായിട്ടും ചെയ്യുക. ഇപ്പം ചിലരൊരു ഷെയ്ഡ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതിന് ഭംഗിയില്ല എന്നുണ്ടെങ്കിൽ ഭംഗിയില്ല എന്ന് തന്നെ ഞങ്ങൾ ഓപ്പണായിട്ട് തുറന്ന് പറയാറുണ്ട്. ചെയ്താൽ ഇത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ അവരോട് പറയാറുണ്ട്. പിന്നെ നമ്മളുടെ മുൻപിൽ വരുന്ന ആ ഒരു ക്ലയൻറ്റിൻ്റെ ഫാമിലിയെ പറ്റി അറിയുക എന്നുള്ളതും നമ്മുടെ ഡിസൈനിൻ്റെ ഒരു ഘടകമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കിച്ചൻ്റെ നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ അതിൻ്റെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ബോട്ടം യൂണിറ്റിൻ്റെ ഒരു നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത് 86 to 91 സെൻറ്റിമീറ്ററാണ് വരിക. തീരെ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് ആ വീട്ടിൽ കൂടുതൽ സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ഒരു 90 above ഒക്കെ നമ്മൾ ഹൈറ്റ് കൊടുത്തു കഴിയുമ്പം ആൾക്ക് എത്തിവലിഞ്ഞൊക്കെ നിൽക്കേണ്ടി വരും. അപ്പം കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പം അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ടാവും. ഇനി നല്ല ഹൈറ്റ് ഉള്ള ആൾക്ക് ഏറ്റവും ഹൈറ്റ് കുറച്ചാണ് നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിലും ആൾക്ക് ബാക്ക് പെയിന് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും ഹൈറ്റും കൂടെ ചിലപ്പം ഇത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുടെ ഹൈറ്റിന് അപേക്ഷിച്ചായിരിക്കാം നമ്മൾ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുള്ളവരാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പെട്ടെന്ന് ഡേർട്ട് ആവുന്ന ടൈപ്പ്, പെട്ടെന്ന് ഫെയ്ഡ് ആവുന്ന ടൈപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഏജും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ ഒരു ലിവിങ് റൂമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫയുടെ കുഷ്യൻ്റെ ഒക്കെ മെറ്റീരിയൽ അതുപോലും നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കാം നമ്മൾ സജസ്റ്റ് ചെയ്യുക. ഇതെല്ലാം മനസ്സിലാക്കി അവരെ അത് പറഞ്ഞ് അതിൻ്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഫൈനലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ഔട്ട് ആവുക. നല്ലൊരു പോയിന്റാണ് അത്. താങ്ക് യു. ഏതൊരു മനുഷ്യൻ്റെ ബേസിക് നീഡാണ് വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത്, എസ്പെഷ്യലി മലയാളികൾ. കേരളത്തിലാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു വീട് പണിയുടെ ഒരു മുക്കാഭാഗം കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒന്ന് ഇൻറ്റീരിയർ ഡിസൈൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുക, ഒന്ന് മാറ്റി വെക്കുന്ന ഒന്നാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്. ചിലപ്പോൾ ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, അവരുടെ സിറ്റുവേഷൻ കൊണ്ട്. പക്ഷേ എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ട് ശരിക്കും പറഞ്ഞാൽ. വാട്ട് ഈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ? എന്താണ് ശരിക്കും ലുവലിൽ എങ്ങനെയാണ് തന്നെ നോക്കി കാണുന്നത്? ഈ മുൻപൊക്കെ നമ്മളൊരു വീടെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ ആ വീടിൻ്റെ പുറത്തു നിന്നുള്ള ഒരു പിക്ചറാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാറി. ഇപ്പോൾ ഒരു വീടെന്ന് പറയുമ്പോൾ ആദ്യം അതിൻ്റെ ഉള്ളറകളുടെ ഭംഗി, അതായത് ഇൻറ്റീരിയറിൻ്റെ ഭംഗിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറിക്കഴിഞ്ഞു. ഇൻറ്റീരിയറിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് പ്രാധാന്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പഠിക്കാനും തുടങ്ങി. ഇപ്പം ചിലർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഏറ്റവും അവസാനം ചെയ്യേണ്ട ഒന്നല്ലേ, ആസ് യു സെഡ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് മാറ്റി വയ്ക്കുമ്പോൾ പാളിപ്പോകുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഒന്ന്, ബജറ്റ്, ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ പോകുന്നുണ്ട്. രണ്ടാമത്, ഫിനാൻഷ്യൽ ലോസിന് പലപ്പോഴും ഇത് റീസൺ ആവുന്നുണ്ട്. അപ്പം ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത്. ഇൻറ്റീരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രോപ്പർ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ അനുസരിച്ച് പലപ്പോഴും ഇലക്ട്രിക്കൽ പ്ലാൻ വീണ്ടും റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരാറുണ്ട്. അത് വീണ്ടും ഒരു ഫിനാൻഷ്യൽ ലോസ്. അതുപോലെ തന്നെ പ്ലംബിങ്, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പം ഡിസൈൻ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പം ഡബിൾ തിക്നെസ് ഉള്ള വോളൊക്കെ ചിലപ്പം ശകലം കട്ട് ചെയ്തിട്ടൊക്കെ ഒരു ഡിസൈൻ ചിലപ്പം നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ഇത് സിവിലിൻ്റെ കൂടെ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഇത് രണ്ടാമത് ചെയ്യുമ്പോൾ വീണ്ടും അത് ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ ലോസിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നമ്മളൊരു വീടിനെ പറ്റി സ്വപ്നം കണ്ട് തുടങ്ങുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഒരു സിവിൽ ചെയ്യുന്ന ആളോടൊപ്പം തന്നെ ഒരു ഇൻറ്റീരിയർ എക്സ്പേർട്ടിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത്, അതെ, പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. അത് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വീട് ചെയ്യുമ്പോൾ ഇൻറ്റീരിയറിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ താമസിച്ച് പോകുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച പോലെ ഡിസൈൻ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ അതിനുള്ള ഗൈഡൻസ് എടുത്തു പോകുന്നതാണ് നല്ലത്. ഓക്കെ. ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് അവരൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലായിരിക്കും ഇവരത് കാണുന്ന സമയത്താണ് അവർക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് റീതിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ചിലപ്പോൾ ഇതല്ലല്ലോ ഞാൻ സെലക്ട് ചെയ്തത്, ചിലപ്പോൾ ഇങ്ങനെയാണല്ലോ വന്നത്, ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് വരാം. അപ്പോൾ റീതിങ്ക് ചെയ്യാനും ഉള്ളൊരു സ്പേസ് അവിടെ ഇല്ല.
എങ്ങനെയാണ് ലുവല ഇതിനൊരു സൊല്യൂഷൻ എന്തായിരിക്കും ഇത് കൊടുക്കുന്നുണ്ടായിരിക്കും? പലപ്പോഴും പറ്റാറുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു 3D ചെയ്ത് നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കും. ഇത് കാണിച്ചിട്ട് ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് വരുമ്പോൾ ഈ കണ്ടതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ 100% ആ ഒരു 3Dയോട് നീതി പുലർത്താനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് കേട്ടോ ഇന്റീരിയർ. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറയാൻ പാടില്ല, പക്ഷേ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ല, പക്ഷേ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇന്റീരിയർ. ഇപ്പോൾ പ്രമുഖ കമ്പനികളൊക്കെ, മുൻനിരയിൽ നിൽക്കുന്ന കമ്പനികളിലൊക്കെ ഒരിക്കൽ പോലും ഫാക്ടറിയിലേക്ക്, എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് എൻട്രി ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ് ഈ മെറ്റീരിയൽസ്. ഇപ്പം എക്സാമ്പിൾ, ഇപ്പം പ്ലൈ ലാമിനേറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് വെച്ചു, ഒരു മെറ്റീരിയൽ. അപ്പോൾ അത് ലാമിനേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു പീസിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ അത് കട്ട് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഫാക്ടറി വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുക, അതിൻ്റെ പ്രൊസസിങ് കാര്യങ്ങളെല്ലാം നടക്കുക അവിടെ വെച്ചിട്ടാണ്. ഈ സമയത്ത് പുറത്തുനിന്ന് ഒരാൾ അവിടെ വർക്കും ചെയ്യാറില്ല. അപ്പോൾ മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ചില മെറ്റീരിയൽസ് ഇത് പ്രൊഡക്ഷൻ അവരവിടെ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി പ്രോപ്പർ ആകണമെന്നില്ല. ഒരു ബ്രാൻഡഡ് മെറ്റീരിയൽ പോലെ അതിൻ്റെ ക്വാളിറ്റി പ്രോപ്പർ ആകണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ചതിക്കപ്പെടുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതിലൂടെ ഒരുപാട് ഹ്യൂജ് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തി പോലും, ഓരോ രൂപയ്ക്കും അതിൻ്റെതായ വിലയുണ്ട്. ഒരു വ്യക്തി പോലും ചതിക്കപ്പെടരുത് എന്നുള്ളത് 100% നമ്മൾ അവരോട് നീതി പുലർത്തണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇൻറ്റിമേറ്റ് ചെയ്യും. ഇന്ന ടൈം ടു ഇന്ന ടൈമാണ് പ്രൊഡക്ഷൻ നടക്കുക. ആ ഒരു ക്ലയൻറ്റിന് വിത്തൗട്ട് any appointment they can walk into our production unit. ഫാക്ടറിയിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാം. ഇനി അവർക്കൊരു കൺസേൺ പേഴ്സൺ ഉണ്ടാവും അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. ഓരോ ക്ലയൻറ്റിനും കൺസേൺ പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഇനി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് ഷെയർ ചെയ്യും. അതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാ ക്ലയൻസിനെയും എന്തൊക്കെ മെറ്റീരിയൽ ആണെന്നുള്ളത് റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മറ്റൊരു രീതിയിൽ, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രോഫിറ്റും നമ്മൾ കുറവാണ്. നമ്പർ ഓഫ് വർക്ക്സ് കൂട്ടിയിട്ടാണ് നമ്മൾ മുൻപോട്ട് പോവുക. പക്ഷേ ദൈവം സഹായിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ക്ലയന്റിനോട് 100% നീതി അതെ, പുലർത്തുന്ന ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അടുക്കളയിൽ നിന്ന് കൂണ് പറിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളത്. ഒരുപാട് ക്ലയൻസിന് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പീറ്റേഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു യുണീക്നെസ് ഇതിൽ കണ്ടെത്തുന്നത്? വാട്ട് ഈസ് ദ സിഗ്നേച്ചർ ഡിസൈൻ? നല്ലൊരു ചോദ്യമാണ് കേട്ടോ. കാരണം പല ഡിസൈൻസ് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഡിസൈൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ അത് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒരു ടീം വർക്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഏറ്റവും എക്സ്പേർട്ടിസം ഉള്ള ഡിസൈനേഴ്സാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലുവലിലേക്ക് കിട്ടിയിരിക്കുന്നത്, ഞങ്ങളുടെ ലുവല്ല ഫാമിലി മെമ്പേഴ്സ്. അപ്പം ഓൾവേസ് താങ്ക്ഫുൾ ടു ദം. അപ്പോൾ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന റിസർച്ച്, ഇതിൽ വരുന്ന അപ്ഡേഷൻസ്, ന്യൂ ട്രെൻഡ്സ്, ഇതെല്ലാം ഓരോ ഡിസൈൻസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം ശ്രദ്ധിക്കാറുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ കേരളത്തിലെ പ്രമുഖ ഇൻറ്റീരിയർ കമ്പനികളൊക്കെ അവരുടെ കളർ പലേറ്റ്സ്, ഷെയ്ഡ്സ് ഒരു ലിമിറ്റഡ് ഷെയ്ഡ്സ് ആയിരിക്കും അവർ ഓഫർ ചെയ്യുക. ഇന്ന ഷെയ്ഡ്സിൽ ലിമിറ്റ് ചെയ്തിട്ടായിരിക്കാം ഡിസൈൻസ് ചെയ്യുക. പക്ഷേ 100% കസ്റ്റമൈസേഷൻ എന്നിട്ട് ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ലിമിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ആൻ ഇൻറ്റീരിയർ ഓൺട്രപ്രണർ, ഈ ഒരു മേഖലയിലുള്ള ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ പലപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതിൽ മെറ്റീരിയൽ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബൾക്കായിട്ട് ഈ ഒരു പാറ്റേൺ മാത്രം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ മാർജിൻ കൂട്ടാനായിട്ട് പറ്റും. ഇനി ഡിസൈനിൽ സ്ലൈറ്റ് ചേഞ്ചസ് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് ഏകദേശം സെയിം ഫോർമാറ്റ്സ്, കുറച്ച് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഫോർമാറ്റ്സ് ഉണ്ടാവും, അതാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിനെ കൺവിൻസ് ചെയ്താൽ മതിയല്ലോ. ഇത് അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും വേസ്റ്റേജ് കുറച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ബെഡ്ന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾ ഡിസൈൻസിനെ ലിമിറ്റ് ചെയ്യുന്നില്ല. എന്താണോ ക്ലയൻറ്റിന് വേണ്ടത്, ക്ലയൻറ്റിൻ്റെ ആഗ്രഹം എന്താണോ ആ രീതിയിൽ കഴിവതും ചെയ്തു കൊടുക്കുക. മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഒരു ഘടകമാണ്, അതനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും മുൻപോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്. ഇനി സിഗ്നേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമൽ ഡിസൈൻ വിത്ത് മാക്സിമം സോൾ വിത്ത് ഗ്രേസ് ആൻഡ് എലഗൻസ്, അതായിരിക്കാം ലുവല്ലയുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലും വലിച്ചുവാരി ഒന്നും ചെയ്യേണ്ട എന്ന് പറയും. നമ്മൾ വരുന്ന ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് നമ്മൾ എന്താണെന്ന് ചോദിക്കും. ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടാണ് അവരുടെ സ്വപ്നം നമ്മൾ ഒരു എന്താ പറയുക യാഥാർത്ഥ്യമാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു വീട് പണിയുണ്ടാവും ഉടനെ. അപ്പോൾ എന്തായാലും എൻ്റെ സ്വപ്നം നിങ്ങൾ സുധീയുടെ നമ്പർ ഞാൻ ഇപ്പം തന്നെ നോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഹാപ്പി ടു അസിസ്റ്റ് യു. താങ്ക് യു. ഇപ്പം ഞാനൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാനൊരു ലീഡിംഗ് ആയിട്ടുള്ള പല ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനികളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും ഓരോ ബഡ്ജറ്റാണ് നമുക്ക് തരുന്നത്.
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോ ബഡ്ജറ്റ് ഇങ്ങനത്തെ വ്യത്യാസം വരുന്നത്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പലപ്പോഴും നമുക്കും ആൻസർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരു മേഖല. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ചിലർ പല കമ്പനികളെയും സമീപിച്ചിട്ട് എസ്റ്റിമേഷൻ എടുക്കും. ചിലപ്പോൾ എമൗണ്ട് കൂടുതലാണെന്ന് കണ്ടിട്ട് ആ വഴിക്ക് പോകും. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ മറ്റ് കമ്പനികളുടെ ചില പെർട്ടിക്കുലർ കേസസിൽ നമ്മുടെ എസ്റ്റിമേഷൻ ഹൈ ആണെന്ന് പറയുന്ന കേസസിൽ, അങ്ങനെ കുറവാണ്, പക്ഷെ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ കമ്പാരിസൺ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. മറ്റ് എസ്റ്റിമേഷൻസ് നോക്കുമ്പോൾ അതിനകത്ത് ക്ലിയർ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. ഈ മെറ്റീരിയൽ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി പോലും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ബജറ്റിനെ നിർണ്ണയിക്കുന്നത് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിസൈൻ, രണ്ട് മെറ്റീരിയൽ. ഈ രണ്ട് കാര്യങ്ങളാണ് ബജറ്റിനെ നിർണ്ണയിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങിക്കുന്നത് പോലെ അല്ലല്ലോ ഇത്. അപ്പം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പല ഗ്രേഡിലുള്ളതുണ്ട്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലൈവുഡ്, നമുക്ക് കോമൺ ആയിട്ട് അറിയാൻ പറ്റുന്ന രണ്ട് ഗ്രേഡ് 710 അല്ലെങ്കിൽ 303 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്, അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഇരട്ടി റേറ്റ് ഒക്കെ മാറി വരാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അതിലേറ്റവും ക്വാളിറ്റി ഉള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ബ്രാൻഡിൻ്റെയും റേറ്റ് വ്യത്യാസമാണ്, അതിൽ ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ റേറ്റ് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇനി ഡിസൈനിൽ ഇപ്പം നമുക്ക് ഒരു ചെറിയ സ്ലൈഡ് ചേഞ്ച് ആയിരിക്കാം ഡിസൈനിങ്ങിൽ വന്നെങ്കിൽ മെറ്റീരിയലിൻ്റെ യൂസേജിന് അതനുസരിച്ച് മാറാറുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ അനുസരിച്ച് മെറ്റീരിയലിൻ്റെ യൂസേജ് മാറുന്നത് കൊണ്ടും ബജറ്റിനെ ബാധിക്കാറുണ്ട്. ഇപ്പം ചില വീടുകൾക്കൊക്കെ ചിലർ ബജറ്റ് കൊടുത്തു കഴിയുമ്പോൾ അത് നോക്കി കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലും താത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഉള്ള പ്രോബ്ലം എന്താണ്, ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. നമ്മുടെ എപ്പോഴും ഉള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ളതാണ്. അത് നമ്മളുടെ അടുത്ത് വരുന്ന വ്യക്തികളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേസമയം മിനിമലായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതുമാണ്. ഗ്രേറ്റ് തോട്ട് എന്തായാലും. താങ്ക് യു. ഈ ഒരു ഡെക്കേഡിൻ്റെ ഹാഫിലെത്തി നിൽക്കുന്ന സമയത്ത് ലുവേലയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഇൻറ്റീരിയൽ ഡിസൈൻ മേഖലയെക്കുറിച്ചും നല്ലൊരു ധാരണ മാമിനിപ്പോൾ ഉണ്ട്. ഒരു 10 വർഷം പുറകിലോട്ട് 2015 തൊട്ട് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ജോയ്സ് മേരി ആൻ്റണിയെക്കുറിച്ച് എന്താണ് മാമിന് പറയാനുള്ളത്? ഓരോ വർഷങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഇപ്പം ഇത്ര കൂളായിട്ട് പറഞ്ഞാലും നേരൊക്കെ അനുഭവിച്ച ഒരു വിഷമങ്ങളുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ. 2019 എന്ന് പറയുന്ന ഒരു വർഷത്തിലെ പല കാര്യങ്ങളും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇല്ല, ഞാൻ ഇമോഷണലായി പോയി ഇപ്പോൾ അത്രയും ഡെപ്തിൽ പറഞ്ഞപ്പോൾ. Okay.